അപ്പോൾ കൂട്ടുകാരെ, വീണ്ടും പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടി തന്നെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും വീണടക്കുന്ന തെങ്ങിൻ്റെ പനയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. ഇതെല്ലാം ആന തിന്നു കഴിഞ്ഞുള്ള ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ്. അതേപോലെ തന്നെ കാടുകൾ എല്ലാം ഉണങ്ങിക്കരിഞ്ഞ നിലയിലാണ്. കാരണം കടുത്ത വേനലായതിനാൽ എല്ലാ വശവും ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുകയാണ്. അതേപോലെ തന്നെ പുഴയാണ് കാണുന്നത്. പുഴയിലേക്കുള്ള നടപ്പാതയാണ്. കാടിനുള്ളിലൂടെയുള്ള ഒരു ചെറിയ നടപ്പാതയിലൂടെയാണ് നമ്മൾ പുഴയിലേക്ക് പോകുന്നത്. ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വൈകുന്നേര സമയമാണ്. അതാണ് ഇവിടെ പുല്ലിനെല്ലാം ഒരു ഗോൾഡൻ കളറ് നമുക്ക് കാണാൻ അനുഭവപ്പെടുന്നത്. അത് സൂര്യൻ അസ്തമിക്കാറായി. അതാണ് ഈ ഗോൾഡൻ കളർ എല്ലാ വശത്തും ഈ സൂര്യൻ്റെ രശ്മികളാൽ സ്വർണ്ണ കളറാക്കി വച്ചിരിക്കുന്നത്. ഇതെല്ലാം ആന മറിച്ച തെങ്ങിൻ്റെ അതായത് പനയുടെ അവശിഷ്ടങ്ങളാണ്. നമ്മളിപ്പോൾ ഈ വിജനമായ സ്ഥലത്തുകൂടി നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുഴയിലേക്കായി. പുഴയിലിപ്പോൾ ആരോ ഒരാൾ നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പുഴയിൽ ആളുകൾ കുളിക്കുകയും അലക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊരു പാതയാണ്. ഈ പാതയിലൂടെ നീങ്ങിയാൽ നമുക്ക് അപ്പുറത്തുള്ള ഒരു കടവിലേക്ക് എത്താവുന്നതാണ്. ഫെൻസിങ്ങിനാൽ മൂടപ്പെട്ടതിനാൽ നമുക്ക് ആ കടവിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല. നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്ന ഒരു കടവാണ് നമ്മൾ ആ ഒരു മനുഷ്യൻ അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരുന്ന ആ ഒരു കടവിലേക്ക് മാത്രമാണ് ഫെൻസിങ് ക്രോസ് ചെയ്ത് നമുക്ക് കടക്കാൻ കഴിയുക. ഇവിടെയൊക്കെ കണ്ടോ, മൊത്തത്തിൽ ഉണങ്ങിക്കരിഞ്ഞ നിലയിലാണ്. ഒട്ടും പച്ചപ്പ് തന്നെ അവശേഷിക്കുന്നില്ല. എല്ലാം ഉണങ്ങിക്കരിഞ്ഞുപോയി. അതേപോലെ തന്നെ കുറച്ച് ഭാഗത്തേക്ക് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ കുറേ പനകൾ മാത്രം തിങ്ങി നിൽക്കുന്ന ഏരിയകൾ മാത്രമാണ് കുറച്ച് പച്ചപ്പുകളും അവശേഷിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ വശത്തെയും പച്ചപ്പുകൾ ഉണങ്ങിക്കരിഞ്ഞ നിലയിലാണ്. കാരണം കഠിനമായ ചൂടാണ് എല്ലാ ദിവസവും. ഒരു മഴ പോലും നമുക്കിപ്പോൾ ലഭ്യമാകുന്നില്ല. അതാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മളിപ്പോൾ തിരിച്ചതേ കടവിലേക്ക് തന്നെ പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ടാറ്റാ, ബൈ ഗായ്സ്.